ഈശംശിയായിരിക്കെ സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പീലാത്തോസിൻ്റെ കൊട്ടാരമുറ്റത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അനുസരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. നീതിമാനായ യേശുവിനെ വേണോ, കൊള്ളക്കാരനായ ബറബ്ബാസിനെ വേണോ എന്നാണ് ചോദ്യം. യാതൊരു കൂസലുമില്ലാതെ ജനക്കൂട്ടമാർത്ത് വിളിക്കുന്നു, ബറബ്ബാസിനെ മോചിപ്പിക്കുക, യേശുവിനെ ക്രൂശിക്കുക. കൊള്ളയ്ക്കും കൊലപാതകത്തിനും പിടികൂടി ജയിലിലടയ്ക്കപ്പെട്ടവനാണ് ബറബ്ബാസ്. അവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാത്തവരൊന്നല്ല. മുൾമുടി അണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന മനുഷ്യപുത്രൻ അന്നോളം ചെയ്ത നന്മകൾ അനുഭവിക്കാഞ്ഞിട്ടുമല്ല. നീതിമാനെ അധിക്ഷേപിക്കുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്ത് മനസ്സുഖം കണ്ടെത്തുന്ന ആൾക്കൂട്ടങ്ങളുണ്ട് അന്നും ഇന്നും, അല്ലേ? നമ്മൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് ഒരുപാട്, അതും ഞാൻ സാമൂഹിക പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. ബറബ്ബാസിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ഓരോരുത്തരുടെയും ഉള്ളിൽ മോചനം കൊതിക്കുന്ന ഒരു ബറബ്ബാസ് ഉണ്ട്. പലരെയും ഇല്ലാതാക്കണമെന്നും പലതും സ്വന്തമാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ബറബ്ബാസ്. മനസ്സാക്ഷിയുടെ സാമൂഹിക നിയമങ്ങളുടെയും നിയന്ത്രണത്തിന് ഉള്ളിലെ ബറബ്ബാസിനെ തളച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സിനിമയിൽ നായകൻ വില്ലനെ കൊല്ലുമ്പോൾ കാണികളുടെ മുഖത്ത് ആവേശം സ്ഫുരിക്കുന്നത് കാണുന്നില്ലേ? തനിക്ക് ചെയ്യാനാകാത്തത് ചെയ്തു കാണുന്ന നായകനുമായി അറിയാതെ മനസ്സ് താതാത്മ്യം പ്രാപിക്കുകയും അയാളിലൂടെ അത് ചെയ്യുന്നത് താൻ തന്നെയാണെന്ന് ഉപബോധ മനസ്സ് കരുതിപ്പോരുകയും ചെയ്യുന്നത് കൊണ്ടാണിത്. അശ്ലീല ദൃശ്യങ്ങൾ കാണുന്ന ഒരാൾ അനുഭവിക്കുന്ന ആസ്വാദന സുഖത്തിനും പിന്നിലും ഇതേ മനഃശാസ്ത്രമാണ്, ആ തത്വമാണ് അവിടെയും ശരിയാവുക. ആരെയാണ് വേണ്ടത് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി ചോദിച്ചാൽ താൻ മാന്യനായി ആണെന്ന് ഭാവിക്കാൻ ക്രിസ്തുവിനെ എന്ന് ഉത്തരം ഓരോ വ്യക്തിയും പറയുമായിരുന്നു. പക്ഷേ കൂട്ടത്തോടെ ചോദിക്കുമ്പോൾ എന്താണ്? എല്ലാവരും കൂടി ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ബറബ്ബാസിനെ മതി. എന്നാൽ കൂട്ടത്തിൽ ആക്രോശിക്കുമ്പോൾ ഉള്ളിൽ യഥാർത്ഥ ഇരുട്ട് മറനീക്കി പുറത്തു വരും. ധരിച്ചിരിക്കുന്ന നന്മയുടെ മുഖമൂടികൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. മുഖമൂടികൾ അത് അഴിഞ്ഞു വീഴും. ആൾക്കൂട്ട വിചാരങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പഞ്ചപാവമാണ് എന്ന് കരുതി പോകുന്ന ചിലർ സംഘം ചേർന്ന് കഴിയുമ്പോൾ ഏത് ഹീനപ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവരായി മാറുന്നതും അതുകൊണ്ടാണ്. സംഘം ചേർന്ന് ആക്രമിക്കുന്ന ചില മൃഗങ്ങളുടെ മുഖത്തെ ക്രൂരഭാവം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. കൂട്ടം ചേർന്ന് ചെയ്യുന്നതൊക്കെ ഒരു ശരിയുണ്ടെന്ന് ധരിച്ചു പോകുന്നവരുമുണ്ട്. കൂട്ടമായി ആവർത്തിക്കുന്ന നുണകളും സത്യമെന്ന് തോന്നിപ്പോകും. ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ എമിലിയെ ഡർക്കെയം സംഘ മനസ്സാക്ഷിയെ പറ്റി, അല്ലെങ്കിൽ എന്താ പറയുക ഇംഗ്ലീഷിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ പറ്റി ഒരു തിയറിയുടെ ഒരു വക്താവാണ് അദ്ദേഹം. വ്യക്തിക്ക് ഉള്ളതുപോലെ തന്നെ സമൂഹത്തിന് ആകമാനം ഒരു പൊതു ധാർമ്മിക ബോധം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. ഒരു ദേശത്ത് അധിവസിക്കുന്നത് പരിഷ്കൃത സമൂഹമാണോ അല്ലയോ എന്നറിയാൻ അവിടെയുള്ള ഒരു ശരാശരി മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരം കണ്ടെത്തിയാൽ മതി. ആ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ സമൂഹത്തിൽ തന്നെ കാലാകാലങ്ങളിൽ അത് മാറിയും മറിഞ്ഞും വരാം. ഇന്നത്തെ ആചാരം നാളത്തെ അനാചാരമാകുന്നതും അതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. ഒരു വ്യക്തി തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നടത്തുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും അയാൾ അന്നോളം ആർജിച്ചെടുത്ത ധാർമ്മികത, പക്വത
നിലയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സമൂഹം സംഘാതമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘമായിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ ദേശത്തിൻ്റെ ധാർമ്മിക ബോധം പ്രതിഫലിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ വേണ്ടെന്ന് വെച്ച് ബറാബാസിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ അന്നത്തെ ജെറൂസലം നിവാസികളുടെ സമൂഹ മനസാക്ഷി നിലവാരമാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം. ഓരോ സമൂഹത്തിനും അതിന് അർഹിച്ച ക്രിമിനലുകളെ ലഭിക്കും എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ സുപ്രധാനമായൊരു നിരീക്ഷണമുണ്ട്. ഓരോ ദേശത്തിനും അവയുടെ സാംസ്കാരിക നിലവാരത്തിനൊത്ത നിയമ സംഹിതകൾ ലഭിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ക്രിമിനലിൻ്റെ പക്ഷം ചേർന്നതിലൂടെ തങ്ങളുടെ സാംസ്കാരിക നിലവാരം അത്രയ്ക്കേ ഉള്ളൂ എന്ന് അന്നത്തെ ജെറൂസലം നിവാസികൾ തെളിയിക്കുകയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് തത്വചിന്തകനായ ജോസഫ് ടി മെസ്റ്ററിൻ്റെ നിരീക്ഷണം അന്നും ഇന്നും ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് ബാധകമായ ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞുള്ളത് ഇങ്ങനെയാണ്: ഓരോ ദേശത്തിനും അതിന് അർഹതപ്പെട്ട ഭരണാധികാരിയെ ലഭിക്കൂ. ഞാനിത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇതെല്ലാം ശരിയായുള്ള ഒരു ഒബ്സർവേഷനാണ്. അത് വചനത്തിൻ്റെ കണ്ണാടി, വചനത്തിൻ്റെ കണ്ണാടി വെച്ച് നോക്കിയാൽ, എന്തിൻ്റെ കണ്ണാടി? വചനത്തിൻ്റെ കണ്ണാടി വെച്ച് നോക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നന്മയും തിന്മയും തമ്മിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാകട്ടെ, തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ രാഷ്ട്രമോ സമൂഹമോ നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിലാവട്ടെ, സാംസ്കാരിക ധാർമ്മിക നിലവാരങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. ഒരു ദേശത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രകടമാവുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മികവ് എന്നതിലുപരി നന്മതിന്മകളെ മുൻവിധി കൂടാതെ വിലയിരുത്താനുള്ള ധാർമ്മിക നിലവാരത്തെയാണ്. ഇത്തരത്തിൽ നോക്കിയാൽ ക്രിസ്തുവിനെ വേണോ ബറാബാസിനെ വേണോ എന്ന ചോദ്യം ലോകത്തിലുള്ള ജനാധിപത്യ സമൂഹങ്ങളിൽ മുഴുകിക്കേൾക്കുന്ന കാലം കൂടിയാണ് അത് തെരഞ്ഞെടുപ്പ് വേളകൾ. ബറാബാസിന് ജനക്കൂട്ടം വീരപരിവേഷം ചാർത്തി കൊടുക്കുകയാണ്. തെല്ലും നന്മയില്ലാത്തവനാണ് എന്ന് വ്യക്തമായിട്ട് കൂടി എന്തൊരു ആവേശത്തോടു കൂടിയാണ് അയാളെ അവർ വരവേൽക്കുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ മോചിപ്പിക്കപ്പെടുന്ന ബറാബാസ് ഒരുപാട് ആളുകൾ കണ്ട സിനിമയാണത്. ഇതിൽ നിന്ന് മോചിതനാവുന്ന ബറാബാസ് ക്രിസ്തുവിനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. പരിഹാസവും വിജയഭാവവും കലർന്ന ഒരു നോട്ടം. എന്നാൽ അത്തരം നോട്ടങ്ങൾക്കും ജനക്കൂട്ടത്തിലെ ആർപ്പുവിളികൾക്കും നീതിമാന്റെ ഉയർപ്പ് വരെ ആയുസ്സുണ്ടാവുകയുള്ളൂ എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും പതിച്ചു കൊള്ളട്ടെ എന്നാണ് പറയപ്പെടുന്നത്. എന്നൊക്കെയാണ് ആൾക്കൂട്ടം ആവേശപൂർവ്വം വിളിച്ചു പറഞ്ഞത്. യഹൂദ സമുദായത്തിൻ്റെ അടിവേര് മാന്തുന്ന ഒരു പ്രവചനം പോലെയായി പിന്നീടുള്ള ചരിത്രത്തിൽ അത് പരിണമിക്കുകയും ചെയ്തു. പീലാത്തോസിന്റെ കൊട്ടാരമുറ്റത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ദേശത്തുള്ള ജനം മുഴുവൻ നീതിയുടെയും സത്യത്തിൻ്റെയും നന്മയുടെയും നേരെ മുഖം തിരിക്കുകയും അന്ധകാരത്തിൻ്റെ പക്ഷം ചേരുകയും ചെയ്യാനിടയായി. ഇത് ചരിത്രമല്ലേ? നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്ന കാര്യമല്ല ഇത്. ബറാബാസിന് വേണ്ടിയുള്ള ആർപ്പുവിളികൾക്കിടയിൽ നീതിമാന് വേണ്ടിയുള്ള നേർത്ത സ്വരങ്ങൾ ദുർബലപ്പെട്ടു. എന്താണ് ഈ സത്യം എന്ന് ന്യായാധിപന്മാർ കുറ്റാരോപിതനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ നുണകൾ സത്യങ്ങളായി ഘോഷിക്കപ്പെട്ടു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ദൈവപുത്രൻ മൗനം
പാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്ലാനും പദ്ധതികളെല്ലാം കംപ്ലീറ്റ് തെറ്റായി പോകുന്നതായിട്ട് പലർക്കും തോന്നിപ്പോകും. എന്നാൽ അതിന് വില നൽകേണ്ടി വന്നതാകട്ടെ തലമുറകളാണ്. തെരഞ്ഞെടുപ്പുകളിൽ പുലർത്തുന്ന ജാഗ്രതയും വിവേകവും ധാർമ്മിക ബോധവുമാണ് വ്യക്തികളുടെ മാത്രമല്ല ഒരു ജനതയുടെയും മുന്നോട്ടുള്ള ഭാഗതയും നിർണയിക്കുന്നതിനിൽ യഹൂദ ജനതയുടെ പിന്നെയുള്ള ചരിത്രം തന്നെ പാഠമാണ് നമുക്ക്. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് ബറാബസിനെ വേണോ യേശുവിനെ വേണോ എന്നുള്ള ചോദ്യം. ആരെയാണ് അവര് പറഞ്ഞത്? ആര് വേണം എന്നുള്ളത്? ബറാബസിനെ വേണം. നീതിമാൻ ഇപ്പുറത്തുണ്ട്, എല്ലാവർക്കും അറിയാം അത് നീതിമാനാണെന്നുള്ളത്. പക്ഷേ സമൂഹത്തില് അവരുടെ വ്യക്തിപരമായ ചിന്തകളിലൊക്കെ ഈശോയുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരു സംഘമായിട്ട് തീരുമ്പോൾ എന്തായിത്തീരുന്നു? ഒരു തിയറിയുടെ എന്താ പറയാ, ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞ പോലെ ഒരു കളക്റ്റീവ് കോൺഷ്യൻസസ്. എന്താണ് അവര് ഉദ്ദേശിക്കുന്നത്? അത് ഒരു തിന്മയിലുള്ള പ്രേരണ. പ്രിയമുള്ളവരെ, ഈ പൈശാചിക ബന്ധനങ്ങള്, ചിന്തകള്, തിന്മയിലേക്കുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് കടന്നു പോകും. എത്രമാത്രം നല്ല വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും നമ്മൾ ആകർഷിക്കപ്പെടുന്നത് തിന്മയിലേക്കായിരിക്കും. നന്മ കണ്ട് തിരിച്ചറിയണമെങ്കിൽ അന്നത്തെ ബറാബാസിന്റെ കാലഘട്ടം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ മറ്റൊരു കാലഘട്ടത്തിലാണ്. തലമുറകൾ കഴിഞ്ഞു. ഒരു ശരാശരി നമ്മുടെയൊക്കെ ജീവിതം എത്ര വർഷമോ ദിവസമോ മണിക്കൂറുകളൊക്കെ ആയിരിക്കാം. നമ്മളിപ്പോഴും ആ യേശുവിനെ തിരഞ്ഞെടുക്കാൻ ശക്തിയില്ലാതെ ബറാബാസിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം നിങ്ങളുടെ എല്ലാം കണ്ണാടിയാകട്ടെ. ഈ കണ്ണാടിയിൽ കൂടി നോക്കിയാൽ മാത്രമേ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ലവനായ യേശുവേ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അറിഞ്ഞു വരണമേ. അവര് ബറാബാസിന് പകരം സത്യദൈവത്തെ തിരിച്ചറിയാനുള്ള കഴിവുകൾ ഓരോരുത്തർക്കും, ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായിരിക്കുമ്പോൾ തന്നെ അത് വിളിച്ചു പറയാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം, അഭിഷേകം ഓരോരുത്തർക്കും നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.